മാസ്റ്റർ ന്യൂമറോളജി ഓൺലൈൻ കോഴ്സ് പഠനം തുടരുകയാണ്. നമ്മുടെ ഈ യാത്രയുടെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ മഹാരാജ്യത്തിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ലോങ് ട്രിപ്പിൻ്റെ തുടക്കം മാത്രമാണ് ഇത് എന്ന് നമുക്കറിയാം. ഈ യാത്രയിൽ നമ്മൾ ഇതുവരെ എത്ര സ്റ്റോപ്പുകളിൽ നിർത്തി അതിലെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്? 1-1 കോമ്പിനേഷനും ഒപ്പം തന്നെ 1-2 കോമ്പിനേഷനും 1-3 കോമ്പിനേഷനും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പോയിന്റുകളും നമ്മൾ കണ്ടു അല്ലേ? യെസ്, യാത്ര തുടരുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തുന്നു. ആ സ്റ്റോപ്പിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും സഞ്ചാരം തുടരാം. ഇക്കുറി നമ്മുടെ നമ്പർ 1 രാജാവുമായിട്ട് ചേരുന്നത് ആരാണ്? യെസ്, ഡോണ്ട് വറി, ബി പ്രാക്ടിക്കൽ. നമ്പർ 4 നമ്പർ 1 ആൻഡ് നമ്പർ 4 രാജാവും റോബിൻഹുഡും ചേരുമ്പോൾ യെസ്, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അല്ലേ? സംശയമില്ല നമ്പർ 1ൻ്റെ കോമ്പിനേഷനുകളിൽ. പക്ഷേ നമ്പർ 1 എന്ന് പറയുന്നത് എപ്പോഴും നമ്പർ 1 തന്നെയായിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. നമ്പർ 1 രാജാവ്, നേതാവ് അല്ലേ? നല്ല ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ നല്ല ഒരു ബിസിനസ്മാൻ, അതാണ് നമ്പർ 1. പക്ഷേ അതിനോടൊപ്പം ചേരുന്നത് ആരാണ്? ഇക്കുറി ചേരുന്നത് നമ്പർ 4 ആണ്, റോബിൻഹുഡ്. യെസ്, നമ്മൾ കണ്ടു നമ്പർ 4ൻ്റെ വിശേഷങ്ങൾ. വളരെ ഡെപ്തായിട്ട് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പാതകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു നമ്പറാണ് നമ്പർ 4. മൾട്ടിപ്പിൾ ആയിട്ടുള്ള വേസ്, ഒപ്പം തന്നെ വളരെ വ്യത്യസ്തമായിട്ട് നോർമൽ പീപ്പിൾസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായി നിന്നുകൊണ്ട് അല്ലേ, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന, വളരെയധികം കൺഫ്യൂഷൻ നിറഞ്ഞ അല്ലേ, അതേസമയം വളരെ ക്വിക്കായിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുകയും പ്രാക്ടിക്കലായിട്ട് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ല ഗുഡ് പ്ലാനർ കൂടിയായ നമ്പർ 4 ആണ് ഇക്കുറി നമ്പർ 1നോടൊപ്പം ചേരുന്നത്. നല്ല പ്ലാനിങ്, ഒപ്പം തന്നെ നല്ലൊരു ഡിസിപ്ലിനൊക്കെ ഒന്നിനോടൊപ്പം ചേരുന്നു. അപ്പോൾ നമ്പർ 1ൻ്റെ ആ ഒരു ടോപ്പ് ലെവലിലേക്ക് എത്തുവാനായിട്ടുള്ള സഞ്ചാരത്തിൽ നമ്പർ 4 ആണ് എനർജി പാസ് ചെയ്ത് നൽകുന്നത്, അല്ലെങ്കിൽ 4 ആണ് അതിൻ്റെ സ്റ്റൈൽ തീരുമാനിക്കുന്നത് എന്നർത്ഥം. നമ്പർ 1ൻ്റെ സ്റ്റൈൽ എങ്ങനെയായിരിക്കും ആ അച്ചീവ്മെൻറ്റിൽ, ആ യാത്രയിൽ, ആ രാജാവിൻ്റെ ആ ഒരു ടോപ്പ് ലെവലിലേക്ക് അദ്ദേഹം സഞ്ചരിക്കുന്ന യാത്രകളിൽ, അത് ഏതൊരു വ്യക്തിയായാലും ശരി, ആ വ്യക്തി സഞ്ചരിക്കുമ്പോൾ അതിനോടൊപ്പം എനർജി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എനർജൈസ് ചെയ്തുകൊണ്ട് വരുന്നത് നമ്പർ 4 ആണ് എന്നതാണ് പ്രത്യേകം. നമ്മൾ നേരത്തെ നമ്പർ 3 കണ്ടു അല്ലേ? 3 വരുമ്പോൾ അവിടെ രാജഗുരു ചേരുന്നു. പക്ഷേ ഇവിടെ ആ ഡിഫറൻ്റ് വരുന്നത് റോബിൻഹുഡ് ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം അതിൻ്റെ സ്വഭാവങ്ങളൊക്കെ തന്നെ വളരെ ഡിഫറൻ്റ് ആണ്. അവിടെ മറ്റ് ഗുരുവിന് പറഞ്ഞ പോലെ നീതി, ധർമ്മം അങ്ങനെയുള്ള ചിന്തകളൊന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ ഒരു ബോർഡർ ഇല്ല എന്ന് തന്നെ പറയാം അല്ലേ? നിയമങ്ങളും മറ്റ് ചട്ടക്കൂടുകളൊന്നും തന്നെ അതിനെ ബാധിക്കുന്നില്ല നമ്പർ 4നെ. അതിനെ മറികടന്നുകൊണ്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന, അല്ലെങ്കിൽ മുൻകൂട്ടി കാണുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്ന നമ്പർ കൂടിയാണ് നമ്പർ 4. അതുകൊണ്ട് തന്നെ ഈ കോമ്പിനേഷൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്പർ 1ൻ്റെ കാര്യത്തിൽ അതൊരു പൊളിറ്റിക്കൽ ആണെങ്കിലും ശരി, പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള മേഖലയിലാണെങ്കിലും ശരി, വളരെ സക്സസ്ഫുള്ളായിട്ട് മാറുവാനായിട്ടുള്ള ശേഷി തീർച്ചയായിട്ടും ഈ കോമ്പിനേഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ വരുമ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വേയിലായിരിക്കും അവിടെ അത് അച്ചീവ് ചെയ്യുക എന്ന് മാത്രം. കാരണം 4 ആണ്, അത് ഏത് റൂട്ടിലൂടെ പോകുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത വിധം ഡിഫറൻ്റ് ആയിട്ടുള്ള പാതകൾ തെളിച്ചുകൊണ്ട്, പുതിയ പാതകൾ തെളിച്ചുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും അത് ആ ഒരു നമ്പർ 1നെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക. വളരെ വ്യത്യസ്തമായിട്ടുള്ളല്ലോ. അതുപോലെ തന്നെ മോഡേണായിട്ട് തിങ്ക് ചെയ്യാനുള്ള, മോഡേണായിട്ട് ഏതൊരു കാര്യങ്ങളെയും കൈകാര്യം ചെയ്യാനുള്ള ക്ഷമത എവിടെയുണ്ട്? നമ്പർ 4ൽ. അതുകൊണ്ട് തന്നെ പാരമ്പര്യമായിട്ടുള്ള കീഴ്വഴക്കങ്ങളെ തകിടം മറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ രംഗത്താണെങ്കിൽ പൊളിറ്റിക്സിലാണെങ്കിലൊക്കെ നിലനിൽക്കുന്ന കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന പല കാര്യങ്ങളെയും മാറ്റി മറിച്ചുകൊണ്ട് ഒരു വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ടായിരിക്കും ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ 1-4 എന്ന കോമ്പിനേഷൻ ഒരു
പൊളിറ്റിക്കൽ എന്നുള്ള ഒരു മേഖലയിലേക്ക് വരികയാണെങ്കിൽ മുന്നേറുക. അതേസമയം തന്നെ ബിസിനസ്സിലേക്ക് വരുമ്പോഴും വളരെ വളരെ സക്സസ് നൽകാൻ സാധ്യതയുള്ള ഒരു കോമ്പിനേഷനാണ് 1-4 കോമ്പിനേഷൻ എന്ന് പറയുന്നത്. വളരെ ഡിഫറൻ്റ് ആയിട്ട് ഇവിടെ നമുക്കറിയാം നമ്പർ 1 എന്ന് പറയുന്നത് സർക്കാർ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ രാജ്യം അല്ലെങ്കിൽ രാജാവ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇന്നത് സർക്കാരാണ്. പക്ഷേ ഇവിടെ ആ ഒരു സർക്കാരായി മാറുന്നത് നമ്പർ 1-4 കോമ്പിനേഷൻ വരുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണ് വേറെ 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 ലെവൽ സർക്കാരായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരുടെ നീക്കങ്ങളും അല്ലെങ്കിൽ അവരുടെ ആസൂത്രണവും ഒക്കെ തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വേയിലായിരിക്കും. അത് എവിടെയും പ്രതിഫലിക്കും. ഒരു ബിസിനസ്മാനായി മാറിയാലും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വേയിലായിരിക്കും ആ ബിസിനസ്മാൻ അല്ലെങ്കിൽ ആ വ്യക്തി ഹൈയിലേക്ക് പോവുക. തീർച്ചയായിട്ടും ഹൈയിലേക്ക് തന്നെയാണ് ചിന്ത. കാര്യം ഇവിടെ രാജാവ് എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവലാണ്. പക്ഷേ അതുപോലെ തന്നെ നമ്പർ 4 എന്ന് പറയുന്നത് എപ്പോഴും ബ്രഹ്മാണ്ഡ ചിന്തയാണല്ലേ. ബ്രഹ്മാണ്ഡ ചിന്ത, ചെറിയ ചിന്തകൾക്കൊന്നും അവിടെ ഇടമില്ല, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്കൊന്നും തന്നെ യാതൊരു പ്രസക്തിയും നൽകുന്നില്ല. എപ്പോഴും ഹൈ ആയിട്ടുള്ള ലെവലിലേക്ക് തിങ്ക് ചെയ്യുന്ന 2 പ്ലാനറ്റുകൾ, 2 നമ്പറുകൾ ചേരുമ്പോൾ ഒന്നും പറയാനില്ല, അത് വളരെ ഹൈ ആയിട്ട് സഞ്ചരിക്കും എന്നുള്ള കാര്യത്തിൽ. അതുപോലെ തന്നെ അത് വ്യത്യസ്തമായിട്ടുള്ള പാതകളുടെ ബിസിനസ് ആണെങ്കിലും ശരി, മറ്റാരും ചിന്തിക്കാത്ത പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും നമ്പർ 1-4 കോമ്പിനേഷന് സാധിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബോർഡറിൽ നിന്നുകൊണ്ടല്ലാതെ വേൾഡ് ലെവലിൽ ചിന്തിക്കാനുള്ള കഴിവ്, വേൾഡ് ലെവലായിട്ടുള്ള ബിസിനസ്സുകളായിരിക്കും എല്ലാ രാജ്യത്തിനും അക്സെപ്റ്റ്, അല്ലെങ്കിൽ വേൾഡിൽ തന്നെ നമ്പർ 1 ആയിട്ട് മാറുവാൻ സാധിക്കുന്ന രീതിയിലുള്ള പാത്തിലൂടെയായിരിക്കും നമ്പർ 1-4 കോമ്പിനേഷൻ സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രഹ്മാണ്ഡ ചിന്ത തന്നെയാണ്. ബ്രഹ്മാണ്ഡമായിരിക്കും അവരുടെ ബിസിനസ്സുകളും. അല്ലെങ്കിൽ നമ്പർ 4 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബിസിനസ്സുകൾ. അപ്പോൾ ഒന്നിലധികം മേഖലകളിൽ ഒരേ സമയം പ്രവർത്തിക്കാനുള്ള കഴിവ് നമ്പർ 4 നൽകുന്നു നമ്പർ 1-ന്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുമ്പോൾ ഒന്നിലധികം മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള സാധ്യതയും നമ്പർ 1-4 കോമ്പിനേഷൻ വരുന്നു. അപ്പോൾ ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ബിസിനസ്സുകളിൽ അതിൻ്റെ ടോപ്പ് ലെവലിൽ നിന്നുകൊണ്ട് മാറി ചെയ്യുവാനായിട്ടുള്ള ഒരു ശക്തി. കാരണം എന്തുകൊണ്ടാണ് അവിടെ കറക്റ്റായിട്ടുള്ള പ്ലാനിങ് നൽകുന്നു നമ്പർ 4, അതിനുള്ള എനർജി നൽകുന്നു. ഒപ്പം തന്നെ നമ്പർ 4 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജിയാണ്. ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള നമ്മുടെ IT ആയാലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്പർ 4-ൻ്റെ കൺട്രോളിൽ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം മേഖലകളിൽ വൻ കുതിച്ചുചാട്ടം നടത്തുവാൻ തക്ക രീതിയിലുള്ള ഒരു എനർജി ആയിട്ട് നമ്പർ 4 അല്ലെങ്കിൽ 1 കോമ്പിനേഷൻ മാറുന്നു. അതുകൊണ്ട് തന്നെ ചേഞ്ചബിളാണ്. ഞാൻ പറഞ്ഞല്ലോ, കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന പല കാര്യങ്ങളെയും ഉടച്ചു വാർത്തുകൊണ്ട് ഒരു വിപ്ലവകരമായിട്ടുള്ള പരിവർത്തനം നടത്തുവാനുള്ള ശേഷി നമ്പർ 1-4 കോമ്പിനേഷനുണ്ട്. അപ്പോൾ അത് ശക്തമായിട്ട് തന്നെയായിരിക്കും. ഏതൊരു ഫീൽഡിൽ വരികയാണെങ്കിലും ശരി, ആ ഫീൽഡിൽ നിലനിൽക്കുന്ന സമ്പ്രദായങ്ങളെയും ആ പഴഞ്ചൻ ചിട്ടകളെയൊക്കെ തന്നെ തകിടം മറിച്ചുകൊണ്ട് അതിനെ ചിലപ്പോൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു ഒറ്റ നിമിഷം കൊണ്ട് തന്നെ നമ്മൾ സുനാമി വരുന്നതെന്ന് പറയുന്ന പോലെ സുനാമി വരുന്നത് പോലെ ആയിരിക്കും അത് വന്ന് മറ്റേതെല്ലാം പൊളിച്ചടുക്കി ഒരു പുതിയ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ന്യൂ ജനറേഷൻ ബിസിനസ്സൊക്കെ തന്നെ സ്റ്റാർട്ട്, അല്ലെങ്കിൽ പുതിയ ഐഡിയകളിലേക്ക് പോയിക്കൊണ്ട് പുതിയ മറ്റാരും ചിന്തിക്കാത്ത കാര്യം ബ്രഹ്മാണ്ഡ ചിന്തയാണല്ലേ, മറ്റാരും കാണാത്ത കാഴ്ചകൾ കാണുവാനും ഇവിടെ രാഹുവിന് ശക്തിയുണ്ട് നമ്പർ 4-ന്. അതുകൊണ്ട് തന്നെ ആരും മനസ്സിൽ ചിന്തിക്കാത്ത പുതിയ ബിസിനസ്സുകൾ കൊണ്ടുവരുവാനായിട്ടുള്ള സാധ്യതകൾ ഇവിടെ നമ്പർ 1-4-നുണ്ട്. അപ്പോൾ മറ്റാരും ചെയ്യാത്ത അമൂല്യമായിട്ടുള്ള പുതിയ ബിസിനസ്സുകൾ കൊണ്ടുവന്നുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അസൂയ ജനിപ്പിക്കുന്ന രീതിയിൽ ഇവരുടെ വളർച്ച പോകും എന്ന് മാത്രമല്ല, ഇവരുടെ ആ വളർച്ചയിൽ അവർ നിലനിൽക്കുന്ന സമ്പ്രദായങ്ങളെ യുദ്ധം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരോട് എതിരിട്ട് കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക. അതുകൊണ്ട് തന്നെ ഇവർക്കുള്ള വലിയൊരു പ്രശ്നം, കാര്യം നമ്മൾ നമ്പർ 1 കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഈ കമ്മ്യൂണിക്കേഷൻ വളരെ ഡേഞ്ചർ അവസ്ഥയിലെത്തും നമ്പർ 4 ചേർന്നാൽ. അൺകൺട്രോൾഡ് ആകും ഇവരെ കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാകും. ഇവരെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എന്ത് സംഭവിക്കുന്നു, ചിലപ്പോൾ ധാരാളം ശത്രുക്കളെ നേടുന്നവരാകും. വെറും ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോവുകയല്ല, നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ ശത്രുക്കൾ നേടുന്നവരായിരിക്കും 1-4 കോമ്പിനേഷൻ. അതുകൊണ്ട് ശത്രുക്കളോട് എതിരിട്ടുകൊണ്ട് രാജാവ് ഇവിടെ നല്ല രീതിയിൽ യുദ്ധം ചെയ്ത് വിയർക്കേണ്ടി വരുമെന്നർത്ഥം നമ്പർ 4 ചേർന്നാൽ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ടായിരിക്കും യുദ്ധം, അല്ലെങ്കിൽ വാക്കുകൾ അദ്ദേഹത്തിന് എപ്പോഴും ശത്രുക്കളെ സമ്പാദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആ വളർച്ചയും കാര്യങ്ങളും. കാര്യം മറ്റുള്ളവർ വളർത്തിക്കൊണ്ടുവന്ന പല പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും കയറി പോവുക. അതുകൊണ്ട് തന്നെ
അതുകൊണ്ട് തന്നെ അവിടെ ശത്രുക്കൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ശത്രുക്കളായിട്ട് വരുന്നത് നമ്പർ 1 ആൾക്കാർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. രാജാക്കന്മാർ തന്നെയായിരിക്കും ഈ വ്യക്തിക്ക് ശത്രുവായിട്ട് മാറുന്നത്, അല്ലാതെ ചെറിയ ആൾക്കാരൊന്നും ആയിരിക്കില്ല ശത്രുവായിട്ട് വരുന്നത്. അതേ ഫീൽഡിലെ അതേ എനർജികൾ പേറുന്ന വ്യക്തികൾ തന്നെ ഇവർക്ക് ശത്രുക്കളായിട്ട് മാറും. അത് നമ്പർ 4 അവിടെ എന്താണ്, അതൊന്നും വകവയ്ക്കാതെ പോകുവാനായിട്ടുള്ള ഇതും കൊടുക്കുന്നു. അപ്പം മറ്റുള്ളവരെ അംഗീകരിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സഹകരിക്കാനോ നമ്പർ 4 നിൽക്കില്ല. അപ്പോൾ ആ ഒരു എന്താണ്, ആ ഒരു പരസ്പര സഹകരണം തന്നെ ഈ മേഖലയിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അവരുടേതായിട്ടുള്ള റൂട്ടിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആരെയും മൈൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ആര് പറഞ്ഞാലും കേൾക്കില്ല. നമ്പർ 1 എന്ന് പറഞ്ഞാൽ തീർന്നില്ല. നമ്പർ 1 തന്നെ ഈഗോയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വളരെ അധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവായിട്ട് സഞ്ചരിക്കാനായിട്ട് ചാൻസസ് നമ്പർ 1 ആണ് 1-4 കോമ്പിനേഷനിൽ. പ്രത്യേകിച്ച് ഇത് അഡിഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ അങ്ങനെ ആ ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭരണവും കാര്യങ്ങളൊക്കെ ഒരു ലഹരിയായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അതിനോടൊപ്പം മറ്റ് ലഹരികൾ കൂടി, മദ്യം പോലുള്ള ലഹരികൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്താണ്, ഒരു രക്ഷയില്ല. ഇവർ ഏറ്റവും ഡേഞ്ചറായിട്ട് മാറും. ഒരു പക്ഷേ അത് ആ ടോപ്പ് ലെവലിലേക്ക് വരിക എവിടെയായിരിക്കും, നമ്മൾ ആ നോർമൽ ലെവലിൽ നമ്മൾ കാണുന്ന ഫീൽഡിലായിരിക്കില്ല. തീർച്ചയായിട്ടും എവിടെ അധോലോകങ്ങളിലേക്ക് പോകാം. യെസ്, ആ ലഹരി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും ഈ വ്യക്തി രാജാവായിട്ട് മാറുന്നത്. അവിടെയായിരിക്കും പുള്ളി തൻ്റേതായിട്ടുള്ള സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത്. അതാണ് രാഹുവിൻ്റെ നമ്പർ 4-നുള്ള ഒരു വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. അത് ഒന്ന് ഏതിനോട് ചേർന്നാലും നമ്പർ 4 അത് ആ പ്രോബ്ലം ഉണ്ട്. ലഹരി എന്നുള്ളത് അവിടെ വളരെ നെഗറ്റീവാണ്. അത് ടച്ച് ചെയ്താൽ തീർന്നു. അപ്പോൾ അത് ഏത് വിഷയമായാലും ശരി കേട്ടോ. അവിടെ ബിസിനസ് അല്ലെങ്കിൽ പണം സമ്പാദിക്കുക എന്നുള്ളൊക്കെ ലഹരി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ പോസിറ്റീവായിട്ട് തന്നെ പറയാം അല്ലേ. കാര്യം നമ്മുടെ മെറ്റീരിയൽ ലൈഫിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ അതിന് അപ്പുറം അവിടെ മറ്റ് ലഹരികൾ വന്നാലോ, നമ്മൾ പറയുന്നില്ല മദ്യവും മദിരാശിയും ഒക്കെയാണ് അവിടെ ലഹരിയായിട്ട് വരുന്നതെങ്കിൽ അത് വളരെ ഡേഞ്ചർ കോമ്പിനേഷനായിട്ട് മാറുകയും അവർ അധോലോക കിങ്സായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചറായിട്ടുള്ള വശം. കാരണം റോബിൻ ഹുഡാണ് നമ്പർ 4. കിങ്ങും റോബിൻ ഹുഡും അത് ആ നെഗറ്റീവായിട്ടുള്ള വശമാണ് ആ വ്യക്തിയിൽ വളരുന്നതെങ്കിൽ ഒരു രക്ഷയും കിട്ടില്ല എന്നുള്ളതും എടുത്തു പറയുന്ന കാര്യം. പിന്നെ അവിടെ അധോലോക യുദ്ധങ്ങളായിരിക്കും നടക്കുക ആ വ്യക്തി. ഇത് നമ്മൾ ആ വലിയ തലങ്ങളെ കാണുമ്പോൾ സാധാരണ ഒരു വ്യക്തിയിലേക്ക് വന്നാലും തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നമ്പറുകൾ എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈവർ കണ്ടക്ടർ നമ്പറുകൾക്ക് അപ്പുറം മറ്റു ചില കോമ്പിനേഷനുകളുണ്ട്. ഒരു വ്യക്തിയുടെ നെയിം, ഒരു വ്യക്തിയുടെ പേരിൽ വരുന്ന കോമ്പിനേഷനുകൾ, നെയിം ന്യൂമറോളജി പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ നമ്പറുകൾ ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്പേഴ്സൊക്കെ വരികയാണെങ്കിൽ ബാലൻസ് ചെയ്ത് പോകും. ആ വ്യക്തി നല്ല ടോപ്പിലേക്ക് എത്തും. അല്ലെങ്കിൽ എനിമി ആയിട്ടുള്ള നമ്പറാണ് അവരുടെ പേരുകളിൽ വരുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ അധോലോക അല്ലെങ്കിൽ ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെയേറെ വർദ്ധിക്കുന്നു. അത് ഏത് കോമ്പിനേഷനിലാണെന്ന് നമുക്ക് ആ സെക്ഷൻ വരുമ്പോൾ, നെയിം ന്യൂമറോളജി വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം, പഠിക്കാം. പക്ഷേ മനസ്സിലാക്കിയിരിക്കുക തീർച്ചയായിട്ടും. അതിനെയും കൂടി നമ്മൾ ഏതൊരു കോമ്പിനേഷനിലും പേരിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ വ്യക്തിയുടെ പേരെന്ന് പറഞ്ഞൊരു വൈബ്രേഷൻ ആണല്ലോ. ഒരു പേര് പറയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു വൈബ്രേഷൻ, അത് ഒരു നമ്പറിനെ കുറിക്കുന്നു. ആ നമ്പറിനെ നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കേണ്ടതുണ്ട് ഈ ഡ്രൈവർ കണ്ടക്ടർ നമ്പറുകളുമായിട്ട്. അപ്പോൾ അത് വെച്ച് വേണം നമ്മൾ ഈ ഒരു ഏത് തലത്തിലേക്ക് ഈ വ്യക്തി പോകാൻ സാധ്യതയുണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. എന്തായാലും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ചാൻസസും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിൻ്റെ ഒരു ഉദാഹരണത്തിലേക്ക് വരാം. നമ്പർ 1 and 4 കോമ്പിനേഷനിൽ ഉദാഹരണമായിട്ട് ഏത് വ്യക്തിയാണ് വരുന്നത്? ഒരു രക്ഷയുമില്ലാത്ത വ്യക്തി തന്നെയാണ് തീർച്ചയായിട്ടും വരുന്നത്. മൈക്രോസോഫ്റ്റ് അല്ലേ, ബിൽ ഗേറ്റ്സ്. പിന്നെ അതിനപ്പുറം ഒരു പേരില്ല, അപ്പുറം ഇപ്പുറം ഒരു പേരില്ല, വേറെ ഒന്നും പറയേണ്ടതില്ല. നമ്പർ 1-4 കോമ്പിനേഷൻ നോക്കൂ. അവിടെ തൻ്റേതായിട്ടുള്ള ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ടല്ലേ, മറ്റാർക്കും പറ്റാത്ത രീതിയിലൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ട്, അതും ഏത് മേഖല, നമ്പർ 4 പറഞ്ഞ മേഖല ടച്ച് ചെയ്തപ്പോഴാണ് അവിടെ അത്തരത്തിലൊരു കിങ് ആയിട്ട് അദ്ദേഹം മാറിയതെന്ന് നമ്മൾ എടുത്തു പഠിക്കേണ്ടത്. അതാണ് ഡ്രൈവർ കണ്ടക്ടർ കോമ്പിനേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും വലിയ പോയിന്റ്. അതിൻ്റെ ആ കോമ്പിനേഷൻ എത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അല്ലേ. ആ സോഫ്റ്റ്വെയർ എന്നുള്ള സാധനം അല്ലേ നമ്പർ 4 കാരകത്വത്തിൽ വരുന്ന വിഷയം ടച്ച് ചെയ്ത് അത് എടുത്തുകൊണ്ടാണ് ഉയരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ ആ വ്യക്തി. നോക്കുക, അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അദ്ദേഹത്തിൻ്റെ ജനിച്ച സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ബിസിനസ് ചിന്തകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഉയർന്ന എന്താണ് ഇന്ന് ലോകമാകെ പടർന്നിരിക്കുന്നത്. ലോകമാകെ പടരുവാനായിട്ടുള്ള ശേഷി നമ്പർ 4 ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ പറയുമ്പോൾ കൊറോണ പോലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്പർ 4 അല്ലെങ്കിൽ രാഹുവിൻ്റെ എനർജി തന്നെയാണല്ലേ. അപ്പോൾ അത്ര സ്പ്രെഡ് ചെയ്യാനുള്ള ശക്തി, പവർഫുള്ളായിട്ട് പെട്ടെന്ന് സഡനായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ ആ ബിസിനസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അത് സഡനായിട്ട് എന്താണ് വേൾഡ് ലെവലിൽ സ്പ്രെഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബിൽ ഗേറ്റ്സ്.
പക്ഷേ അദ്ദേഹം സഞ്ചരിച്ച പാതകൾ വ്യത്യസ്തമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ട് സഞ്ചരിക്കുകയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോയിരുന്നു പല ഘട്ടങ്ങളിലും. പക്ഷേ ഇതിലേക്ക് വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ രാഹുവിൻ്റേതായിട്ടുള്ള കാരകത്വം എടുത്തതിന് ശേഷമാണ് അത് വളരെ കൃത്യമായിട്ട് റൂട്ടിൽ വരികയും അത് മുന്നിലേക്ക്. പിന്നെ ഒരുപാട് ശത്രുത എന്ന കാര്യത്തിൽ നമ്മൾ പറയേണ്ട അത്രത്തോളം പ്രോബ്ലംസ് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്നു എന്ന് തന്നെ പറയാം. ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പ്രോബ്ലംസും സംഘർഷമൊക്കെ നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ ബിസിനസ് മാഗ്നറ്റ് എന്ന് പറയാൻ കാരണം. മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു പവർ നമ്പർ 4 ആണ് കൊടുക്കുന്നത്. അതാണ് വ്യത്യാസം. ഏതൊരു നമ്പറിനും ആ ഒരു ഇതുണ്ട്. അതുപോലെ നമ്പർ 4-നുള്ളൊരു പവർ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് പവറാണ്. നമ്മൾ നേരത്തെ കണ്ടു ഹിപ്നോട്ടിക് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളോട് സപ്പോർട്ട് നൽകുന്നത്. അപ്പോൾ ആ മാഗ്നറ്റിക് ആയിട്ടുള്ള പവർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത് ഏതൊരു വിഷയത്തിലും ആ ഒരു എനർജിയെ വലിച്ചെടുക്കുവാനായിട്ടുള്ള അവർക്ക് ശക്തി നൽകുന്നു. ഏതൊരു വിഷയങ്ങളെ ഒബ്സർവ് ചെയ്യാനുള്ള പവർ അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ചിന്തകൾ ആ റിസൾട്ട് നൽകുന്നതിൽ വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് നൽകുന്നു. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്നുള്ള നിലയിലും പിന്നീട് ഇൻവെസ്റ്റർ എന്നുള്ള നിലയിലും പിന്നെ ഓദർ എന്നുള്ള നിലയിലും ഒക്കെ തന്നെ വളരെയധികം ഇതിലേക്ക് വരികയും CEO എന്നുള്ള നിലയൊക്കെ തന്നെ വളരെ ഫേമസ് ആയിട്ട് ഒരുപാട് മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ച് അത് പല കമ്പനികളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം സ്വന്തമായിട്ട് ഈ മൈക്രോസോഫ്റ്റിൻ്റെ ഇതിലേക്ക് വന്നതിന് ശേഷമാണ് അദ്ദേഹം അത് മറ്റൊരാൾ ചേർന്ന് തുടങ്ങിയെങ്കിൽ പിന്നീട് അദ്ദേഹം വികസിപ്പിച്ച് കൊണ്ടുവന്നു. അത് നമുക്ക് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അപ്പോൾ അത്രത്തോളം ആ ഒരു ലെവലിലേക്ക് അത് വളർന്ന് പന്തലിച്ച് അതിന് തുല്യം വയ്ക്കുവാനായിട്ട് നമുക്ക് മറ്റൊന്നുമില്ല തന്നെ അല്ലേ, മറ്റൊന്നുമില്ല തന്നെ. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വേ കെട്ടിപ്പടുക്കുവാനായിട്ട്, പുതിയൊരു തരംഗം സൃഷ്ടിക്കുവാനായിട്ട് മറ്റാർക്കും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അല്ലേ, ചിന്തിക്കാൻ പോലും പറ്റാതിരുന്നൊരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇന്ന് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇത്രയും സംവിധാനങ്ങളൊക്കെ നമ്മളെ കൈകളിലെത്തും, അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിപ്പിക്കേണ്ടി വരും, ഇന്നെല്ലാം ഇലക്ട്രോണിക്സ് ആയിട്ട് മാറും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ബിസിനസ് ഐഡിയ കണ്ടെത്തുകയും അതിനെ ഡെവലപ്പ് ചെയ്യുകയും അതിന് ഇത്രത്തോളം പ്രചാരം കൊടുത്തുകൊണ്ട് ആ ഒരു വല്ലാത്ത വൈബ്രേഷൻ, ഇലക്ട്രിക് ആയിട്ടുള്ള വൈബ്രേഷൻ, അതാണ് ഇലക്ട്രിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇടിമിന്നൽ, ആ മിന്നലിൻ്റെ പവറാണ് രാഹുവിന് അല്ലെങ്കിൽ നമ്പർ 4-നുള്ള. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയോടുകൂടി തന്നെയാണ് അത് ഇന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. എന്തായാലും വളരെ നല്ല ഒരു ഉദാഹരണമാണ് ബിൽ ഗേറ്റ്സ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് നമ്പർ 1 and 4 കോമ്പിനേഷൻ എന്ന് പറയുന്ന ആ ഒരു കാഴ്ചയിൽ വളരെയധികം ഡിഫറൻ്റ് ആയിട്ടുള്ള ചില കാഴ്ചകൾ നമ്മൾ കണ്ടു, മനസ്സിലാക്കി, അതിൻ്റെ വിവിധ വശങ്ങൾ, പുതിയ അറിവുകൾ നേടി, റോബിൻ ഹുഡിനെയും കിങ്ങിനെയും കണ്ടു. അത് കോമ്പിനേഷൻ പ്ലസ് ആയാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ അറിഞ്ഞു. യെസ് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. നമ്പർ 1-നെയും 4-നെയും അവരുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ അങ്ങനെ വിഹരിക്കുവാൻ വിട്ടുകൊണ്ട് അവരുടെ കാഴ്ചകളിൽ നിന്ന് നമ്മൾ അടുത്ത കാഴ്ചകളിലേക്ക് സഞ്ചാരം തുടരുകയാണ്. നമുക്ക് യാത്ര തുടരാം അടുത്ത വീഡിയോയിലേക്ക്. ബൈ.